ഹായ് ഫ്രണ്ട്സ്, സ്നേഹതീർത്ഥം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താന്ന് വെച്ചാല് നമ്മുടെ രജനി വയലാർ ചേച്ചിയുടെ വീഡിയോ ഞാൻ നേരത്തെ ഒരു ഷോർട്സ് വീഡിയോ കണ്ടതാണ് കേട്ടോ. ആ വീഡിയോയില് ഒരു 12 എന്ന് പറഞ്ഞ ഒരു അക്കത്തിനെ കുറിച്ച് ചേച്ചി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ വീഡിയോ കണ്ടപ്പോഴത്തേന് ഒരുപാട് പേര് ഞാൻ കമന്റ് ബോക്സിൽ പോയി കണ്ടപ്പോൾ ഒരുപാട് പേര് ഇത് അന്ധവിശ്വാസമാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനും ഓർത്തു, എന്താണ്, നമുക്കും ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ ചെയ്തിട്ട് എഴുതി നോക്കിയിട്ട് എന്ത് ചെയ്യാനാ എന്നോർത്ത് നമ്മളത് തള്ളിക്കളഞ്ഞൊരു വിഷയമായിരുന്നു. പക്ഷെ ഒരുപാട് പേര് ആ 12 എന്നുള്ളത് നമ്മുടെ മോതിര വിരളയില് പച്ച മഷി കൊണ്ട് ഇതുണ്ടോ, ഇതുപോലെ പച്ച മഷി കൊണ്ട് നമ്മുടെ ഈ മോതിര വിരളയില് 12 എന്ന് നല്ല കറപ്പിച്ച് പച്ച മഷി കൊണ്ടോ ബ്ലൂ മഷി കൊണ്ടോ എഴുതണമെന്നാണ് ചേച്ചി പറഞ്ഞിരുന്നത്. ഞാൻ എന്തായാലും പച്ച മഷി കൊണ്ടാണ് 12 എന്ന് എഴുതിയിരിക്കുന്നത്. 21 ദിവസം 6 മണിക്ക്, രാവിലെ 6 മണിക്കും 7 മണിക്കും ഇടയിലാണ് നമ്മൾ ആ 12 എന്ന് വിരലിൽ എഴുതേണ്ടത്. അപ്പൊ നല്ല കറുപ്പിച്ച് എഴുതുന്നത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് മാഞ്ഞു പോകുകയല്ല. പിന്നെ നമുക്ക് അതിലേക്ക് ശ്രദ്ധ കൊടുക്കേണ്ട കാര്യങ്ങളില്ല. നമുക്ക് നമ്മുടെ വീട്ടുജോലികളായിട്ട് മുന്നോട്ട് പോകാം. അപ്പം എല്ലാരും ഇങ്ങനെ ചെയ്ത് നല്ല റിസൾട്ട് ഉണ്ടെന്ന് നമ്മൾ ആ വീഡിയോസിലൊക്കെ കണ്ടായിരുന്നു. അത് പ്രകാരം ഞാനും ഒന്ന് ചെയ്തു നോക്കാം എന്ന് കരുതി ഞാൻ 12 എന്നുള്ള ആ ഒരു വീഡിയോസ് കണ്ടതിന് ശേഷം ഞാനും ഒന്ന് പരീക്ഷിച്ച് നോക്കാന്ന് കരുതിയിട്ട് നമ്മുടെ ഈ മോതിര വിരലില്ലേ, ഈ മോതിര വിരലയില് 12 എന്ന് നല്ല പച്ച മഷി കൊണ്ട് നല്ല കറുപ്പിച്ച് എഴുതി വെച്ച് ഒരുപാട് പേര് പറഞ്ഞ ആ റിസൾട്ട് ഞാനും ഒരു കാര്യം മനസ്സിൽ ഒന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ ഈ വിരലയില് 12 എന്ന് എഴുതിയത്. പക്ഷെ എന്താ അത് അതിനകത്ത് ആ ഒരു അക്ഷരത്തില് അക്കത്തിനകത്ത് എന്താണ് അതിന്റെ ഒരു ശക്തി എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യം 100% ആ 12 എന്ന് എഴുതി 21 ദിവസം എന്ന് പറഞ്ഞ എനിക്ക് 19ാമത്തെ ദിവസം അതിന്റെ റിസൾട്ട് കിട്ടി. തീർച്ചയായിട്ടും നമ്മളിൽ എല്ലാവരും നമ്മൾ ഓരോ കാര്യങ്ങള് ഓരോ ആൾക്കാര് അവർക്ക് അവരുടെ ലൈഫിലുണ്ടായ കാര്യങ്ങൾ പറയുമ്പം നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് ചിലപ്പോൾ ഇത് ഫേക്ക് ആയിരിക്കും, അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളായിരിക്കും എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ ഞാനും ആ അന്ധവിശ്വാസത്തിൽ ഒരാളായിരുന്നു ഞാനും. പക്ഷെ ആ ചേച്ചി ഒരുപാട് പേര് റിസൾട്ടുമായിട്ട് ചേച്ചിയുടെ വീഡിയോ കണ്ട് റിസൾട്ടുമായിട്ട് ചേച്ചിയുടെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടിട്ടാണ് ഞാൻ അത് ചെയ്തു നോക്കാന്നും പറഞ്ഞ് ഞാൻ മുന്നിൽ വന്നത് ചെയ്തു നോക്കിയത്. പക്ഷെ എനിക്ക് ഒരുപാട് താങ്ക്സ് പറയേണ്ടത് രജനി വയലാർ ചേച്ചിയോടാണ്. ചേച്ചിയുടെ വീഡിയോസ് ഒക്കെ ഞാൻ കാണാറുണ്ട്, സപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷെ കമന്റ് ഒന്നും ഞാൻ ഇടാറില്ല. ചേച്ചിയുടെ വീഡിയോസ് എല്ലാം കണ്ട് ഞാൻ ലൈക്ക് അടിക്കാറുണ്ട്. പക്ഷെ എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം അന്ധവിശ്വാസം തന്നെ ആ മെസ്സേജുകൾ ഒരുപാട് പേര് അയച്ച മെസ്സേജിന്റെ കൂടെ ഞാൻ ആ മെസ്സേജ് കണ്ടതാണ്. പക്ഷെ നമ്മൾ മെസ്സേജ് ഒന്നും ചേച്ചിക്ക് അയച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതിലൊരു അന്ധവിശ്വാസിയായിരുന്നു ഞാനും. പക്ഷെ ഈ ഒരു 19 ദിവസം 21 ദിവസത്തിനുള്ളിൽ ഈ 19 ദിവസം നമ്മൾ ഈ രാവിലെ തന്നെ 6 മണിക്കും 7 മണിക്കും 12 എന്ന് ഈ മോതിര വിരലിൽ എഴുതി എനിക്ക് കറക്റ്റായിട്ട് 19ാമത്തെ ദിവസം കിട്ടിയ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാലുണ്ടല്ലോ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഞാൻ എങ്ങനെയാണ് വിരലയിൽ എഴുതിയതെന്ന് ഞാൻ കാണിച്ചു തരാം. എന്തായാലും ആ ചേച്ചി പറഞ്ഞു തന്നതിന്റെ ഒരു അംശം പോലും ഞാൻ പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ ചാൻസ് ഇല്ല. ചേച്ചി അതുപോലെ ഓരോരുത്തർക്കും മനസ്സിലാകുന്ന രീതിയിൽ ആ വീഡിയോയിൽ നല്ല വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തായാലും ഞാൻ എങ്ങനെയാണ് ഇത് പരീക്ഷിച്ചു നോക്കിയെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഇതാണ് നമ്മുടെ മോതിര വിരല്. അപ്പൊ ഞാൻ ഇവിടെയാണ് നല്ല കറപ്പിച്ചെഴുതണം കേട്ടോ. കാണുന്നുണ്ടോ എന്തോന്ന് എനിക്കറിയില്ല. ഇതിപ്പം ഗ്രീനിൽ തന്നെ ലൈറ്റ് മഷിയാട്ടോ. ഞാൻ എഴുതിയത് നല്ല ഡാർക്ക് ആട്ടോളൂ. എന്നിട്ട് ഇത് നല്ലവണ്ണം കറുപ്പിക്കണം, നല്ലവണ്ണം എഴുതി കറുപ്പിക്കണം. അപ്പൊ ഇങ്ങനെയാണ് 12 എന്ന് ഞാൻ എഴുതിയത് കേട്ടോ. അത് പ്രാർത്ഥിച്ച ശേഷമാണ് ഞാൻ ഇവിടെ എഴുതിയത്. പ്രാർത്ഥിച്ച് നല്ലവണ്ണം
അപ്പം ഇത് എത്രമേ തെളിച്ചമായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് അറിയില്ല. ഇതൊരു ലൈറ്റ് ഗ്രീനിൽ തന്നെ ഒരു ലൈറ്റ് ഗ്രീൻ ആണ്. ഞാൻ എഴുതിയത് ഡാർക്ക് ഗ്രീനിലുള്ള മഷി കൊണ്ട്. അപ്പൊ ഇത് നല്ലവണ്ണം കറുപ്പിച്ച് നല്ലവണ്ണം ഒന്ന് ഇത് എഴുതിയ ശേഷം പിന്നെ ഒരു അരമണിക്കൂറിന് ശേഷമാണ് ഞാൻ പോയി ജോലികളൊക്കെ ചെയ്യുന്നത്. ആ ജോലി ചെയ്യുന്നതിനിടയിൽ മാഞ്ഞു പോകുന്നതൊന്നും ഞാൻ അത് കാര്യമാക്കാറില്ല. എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും 7 മണിക്കും ഇടയ്ക്കാണ് ഞാൻ ഇത് എഴുതുന്നത്. പക്ഷെ നമ്മള് മനസ്സിനകത്ത് ഞാൻ ഒരു കാര്യം മാത്രമാണ് മനസ്സിൽ, എനിക്ക് ദൈവമേ ഇതങ്ങ് നടത്തി തരണേ എന്ന് കരുതി ഞാൻ ഒരു കാര്യം മാത്രമാണ് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ 12 എന്നുള്ളത് എഴുതിയത്. പക്ഷെ 21 ദിവസത്തിനുള്ളിൽ 19ാമത്തെ ദിവസം തന്നെ എന്റെ കാര്യങ്ങൾക്കൊരു തീരുമാനമായി, നല്ലൊരു റിസൾട്ടാണ് വന്നത്. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ആരൊക്കെ വീഡിയോ ചെയ്താലും അവർക്കൊരു റിസൾട്ട് കിട്ടിയതിന് ശേഷമായിരിക്കും അവര് നമ്മുടെ മുമ്പിലേക്ക് ഒരു വീഡിയോയുമായി എത്തുന്നത്. അപ്പം നിങ്ങൾ എന്താ, ഞാൻ അത് ഫേക്ക് ആട്ടോ അതൊന്നുമല്ല. ഇപ്പം എനിക്കൊരു റിസൾട്ട് കിട്ടിയത് കൊണ്ട് ആ ചേച്ചിയുടെ വീഡിയോ കണ്ട് എനിക്ക് ആ റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് ഞാൻ ആ വീഡിയോ ചെയ്യുന്നത്. അതുപോലെ ഒരുപാട് പേര് ആ ചേച്ചിയുടെ 12 എന്നുള്ള ആ വീഡിയോ ഒരുപാട് പേര് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് ചേച്ചിയോട് ഒരുപാട് നന്ദിയും സ്നേഹവും ഉണ്ട്. അപ്പം ചേച്ചിയുടെ വീഡിയോ ഞാൻ കണ്ടത് കൊണ്ടാണ് ഞാൻ ഇത് നമ്മൾ പരീക്ഷിച്ചു നോക്കിയത്. അപ്പം ചേച്ചിയോടാണ് ഏറ്റവും കൂടുതൽ കടപ്പാട്. കാരണം ഒരുപാട് പേർക്ക് ചേച്ചിയോട് കടപ്പാട് അതുപോലെ സ്നേഹവും ഉണ്ടാവും. അതുപോലെ ഞാൻ ചേച്ചിയോട് പറയുന്നു, ചേച്ചി എനിക്ക് ഇതുകൊണ്ടിട്ട് എനിക്കൊരു നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. എൻ്റെ ലൈഫിൽ തന്നെ ഒരു നല്ലൊരു റിസൾട്ട് ഞാൻ വിചാരിച്ച ആ 21 ദിവസവും ഞാൻ ഒരേ കാര്യങ്ങളും പ്രാർത്ഥിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ 19ാമത്തെ ദിവസം നമുക്ക് ആ റിസൾട്ട് എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിൽ വിചാരിച്ച് ആ 19 ദിവസം പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ആ ഒരു റിസൾട്ട് നമുക്ക് വന്നത്. അതുകൊണ്ട് ഒരുപാട് താങ്ക്സ് ഉണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരും ജസ്റ്റ് ഒന്ന് ആ ചേച്ചിയുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ, കണ്ടിട്ടൊന്ന് പരീക്ഷിച്ചു നോക്കൂ. 12 എന്നുള്ള ഒരു ചേച്ചി ഒരു വിശദമായിട്ട് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ട് നിങ്ങളും ഇതുപോലെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉള്ളവര് ഒരു കാര്യം മാത്രം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് 12 എന്ന് എഴുതി നിങ്ങൾ അന്ന് എഴുതിയിട്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇതൊന്ന് 21 ദിവസം ഒന്ന് ചെയ്തു നോക്കൂ. എനിക്ക് തോന്നുന്നു 21 ദിവസം ഒന്നും ആകണ്ട, അതിന് മുമ്പേ അതിന്റെ ഒരു റിസൾട്ട് വരും. ഏത് മതവിശ്വാസികളാണേലും നമ്മൾ ഓരോ ദൈവങ്ങളെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. അപ്പം ഇത് ആർക്ക് വേണേലും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഉള്ളവർക്ക് ആർക്ക് വേണേലും നമുക്ക് സാധിക്കാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്തു നോക്കാൻ പറ്റുന്നതാണ്. ഞാൻ ചെയ്തു നോക്കി, അതിന്റെ ഫലം എനിക്ക് കിട്ടി. വളരെയധികം താങ്ക് യു, വളരെയധികം സന്തോഷമുണ്ട് രജനി ചേച്ചി. അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഇതിന്റെ റിസൾട്ട് കിട്ടിയോ എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ 21 ദിവസങ്ങൾക്ക് ശേഷം എപ്പോഴാണോ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടുന്നത് അപ്പൊ നിങ്ങൾ കമന്റ് ബോക്സിൽ വന്നിട്ട് അതിന്റെ ഒരു കമന്റ് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പം നിങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? കാരണം എന്ന് വെച്ചാൽ ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ഒരു പ്രാർത്ഥിക്കുകയും അതുവരെ ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ 100% 19ാമത്തെ ദിവസം തന്നെ ഇത് എനിക്ക് സാധിച്ചു കിട്ടി. അതുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതുപോലെ തന്നെ ഈ 12 എന്നുള്ള ഇതിൽ സാധിച്ചു കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നിങ്ങളുടെ സ്വന്തം വിനു. ബൈ ബൈ.